തീർത്തും സാധാരണക്കാരും തനി സാധുക്കളുമായിട്ടുള്ള ലഹരി ഉപയോക്താക്കൾക്ക് സമാധാനമായി ഒന്ന് മുറിയെടുത്ത് താമസിക്കാൻ ഈ നാട്ടിൽ സാധിക്കില്ല എന്ന് വന്നാൽ നമ്മുടെ സാമൂഹ്യ സാഹചര്യം എത്രയോ പരിതാപകരമായെന്ന് വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ. എന്നിട്ട് എന്തുകൊണ്ടാണ് അതിന്റെ ഗൗരവം നമ്മൾ ആരും തിരിച്ചറിയാത്തത്? പോങ്ങൻ പറയുന്നത് നമ്മുടെ ഷൈൻ ടോം ചാക്കോ നേരിട്ട അതിദാരുണമായിട്ടുള്ള ഒരു ജീവിത സന്ദർഭത്തെ പറ്റിയാണ്. താമസിച്ചിരുന്ന ഹോട്ടലിന്റെ 2ാം നിലയിൽ നിന്ന് രണ്ടും കൽപ്പിച്ച് ചാടി ഓടിക്കൊണ്ട് തന്റെ ശോഷിച്ച ശരീരത്തെയും ശുഷ്കമായിട്ടുള്ള മാനത്തെയും ഒന്നുപോലെ രക്ഷിക്കേണ്ട അതീവ സങ്കടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിനാണ് ഇന്നലെ രാത്രി നമ്മുടെ ഷൈൻ ടോം ചാക്കോയ്ക്ക് ഇരപ്പെടേണ്ടി വന്നത്. ഈ ഷൈൻ ടോം ചാക്കോ എന്നിങ്ങനെ നീട്ടിപ്പറഞ്ഞാൽ നാക്കുളുക്കും അല്ലേ? ആരുടെ ആയാലും, പോകന്റെ മാത്രമല്ല ആരുടെ ആയാലും നാക്കുളുക്കും. അതുകൊണ്ട് ഷൈൻ ടോം ചാക്കോയെ ചുരുക്കി ഷൈക്കോ എന്ന് പോകാൻ വിളിക്കാം. ഷൈക്കോ. മാധ്യമങ്ങളും പൊതുസമൂഹവും ഒക്കെ നമ്മുടെ ഷൈക്കോയെ പഴിക്കുകയും പരിഹസിക്കുകയും പാതകിയായി പരിഗണിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഇപ്പോൾ, അല്ലേ? എന്താണ് ആ മനുഷ്യൻ ചെയ്ത തെറ്റ്? അനുസരിച്ച് മാത്രം അതിജീവനം കഴിക്കുന്ന ഒരു മനുഷ്യനാണ് ഷൈക്കോ, എൻ്റെ അറിവിൽ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ച്. അതായത് ഒരു അഭിനയ തൊഴിലാളി എന്ന നിലയിൽ അന്ത്യാവോളം സംവിധായകൻ ആവശ്യപ്പെടുന്ന ഭാവങ്ങൾ അത്രയും അനുസരണയോടുകൂടി ചുരത്തിക്കൊണ്ട് പകൽ മുഴുവൻ ഒരു മാടിനെ പോലെ ഷൈക്കോ ക്യാമറയ്ക്ക് മുന്നിൽ പണിയെടുക്കുന്നു. സ്വന്തമായി ഒരു ജീവിതമുണ്ടോ ഷൈക്കോയ്ക്ക്? സ്വാതന്ത്ര്യം എന്താണെന്ന് അനുഭവിച്ചറിയാനുള്ള സൗഭാഗ്യമുണ്ടോ നമ്മുടെ ഷൈക്കോയ്ക്ക്? ക്യാമറാമാൻ വരച്ച വരയിൽ നിന്ന് ഒരു മണൽ തരിയോളം പോലും മാറാതെ സംവിധായകൻ പറയുന്നതൊക്കെ അതേപടി അനുസരിച്ച് ഒരു അടിമയെ പോലെ കഴിയുന്നവനല്ലേ ഷൈക്കോ? സ്വന്തം നിലയിലൊന്ന് ചിരിക്കാനോ കരയാനോ പരിഭവിക്കാനോ പിണങ്ങാനോ പ്രണയിക്കാനോ എന്തിന് കാമിക്കാനോ ഷൈക്കോയ്ക്ക് അനുവാദമില്ല. സ്വന്തമായി സ്വല്പം വികാര പ്രകടന സ്വാതന്ത്ര്യം പോലുമില്ലാത്ത ഒരു ജൈവ ഹതഭാഗ്യനാണ് നമ്മുടെ ഷൈക്കോ. അതായത് ഷൈക്കോയുടെ സ്ഥാനത്ത് നമ്മൾ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ ഇതിനോടകം നമ്മളൊരു സൈക്കോ ആയി മാറുമായിരുന്നു. അങ്ങനെയാണ് പോകൻ പറഞ്ഞതിന്റെ ചുരുക്കം. മറ്റൊരാളെ അനുസരിച്ച് നമ്മൾ എത്ര നാളിങ്ങനെ ജീവിക്കും? അവരന്റെ വാക്കുകൾ അനുസരിച്ച് നമ്മൾ എത്ര നാളിങ്ങനെ ചലിക്കും? സ്വന്തം നിലയ്ക്ക് വികാര പ്രകടനം പോലും പറ്റാത്തത്ര ദാരുണമായ ഇത്തരമൊരു അടിമ ജീവിതത്തിന്റെ ഉടമകളായി നമുക്ക് എത്ര നാൾ കഴിയാൻ പറ്റും? അത് ആലോചിക്കാതെ ഷൈക്കോയെ സമൂഹം കുറ്റപ്പെടുത്തരുതേ എന്ന ഒരു അഭ്യർത്ഥനയാണ് തീർച്ചയായിട്ടും പോകാനുള്ളത്. ഇത്രത്തോളം ദാരുണമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യത്തിൽ കഴിയുമ്പോഴും ആ മനുഷ്യൻ സാമൂഹ്യ ബുദ്ധിയും പൗരബോധവും പ്രകടിപ്പിക്കാൻ മറക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. അക്കാര്യം നമ്മൾ ഓർക്കുകയും ചെയ്യണം. പകലത്രയും അടിമപ്പെട്ട് അഭിനയിച്ചു വന്ന ഷൈക്കോ സംവിധായകന്റെ ആക്ഷൻ വിളി കേൾക്കാതെ നല്ലോണം ഒന്ന് ഉറങ്ങാൻ വേണ്ടിയാണ് ഹോട്ടൽ മുറിയിലെത്തിയത്. ശരിയല്ലേ? എന്നാൽ താൻ താമസിക്കുന്ന ആ ഹോട്ടലിൽ പോലീസ് എത്തിയെന്ന അറിയിപ്പ് ലഭിച്ച നിമിഷം എല്ലാ ക്ഷീണവും മാറ്റിവെച്ച് ആ മനുഷ്യൻ കണ്ടുമറന്ന ഒരു ചലച്ചിത്ര രംഗത്തെ അനുസ്മരിപ്പിക്കുന്ന പരുവത്തിൽ 2ാം നിലയിൽ നിന്നും വായുവിലേക്ക് ചാടി ഹോട്ടലിൽ നിന്നും പറന്നു കടന്നു. സത്യത്തിൽ ഷൈക്കോ നടത്തിയിട്ടുള്ള ആ പ്രകടനം അദ്ദേഹത്തിന്റെ പൗരബോധത്തിന്റെയും സാമൂഹ്യ ബുദ്ധിയുടെയും വെളിപ്പെടുത്തലായി കണ്ട് പൊതുസമൂഹം ഷൈക്കോയെ അംഗീകരിക്കുകയാണ് വേണ്ടത്. അങ്ങനെ പറയാൻ കാരണമുണ്ട്. പോലീസിനെ കണ്ടാൽ ഓടുക എന്നത് കള്ളന്മാരുടെ കടമയാണ്. അഭിനയം കുറ്റകരമായിട്ടുള്ള ഒരു സംഗതിയല്ല എന്ന ബോധ്യവും തീർച്ചയായിട്ടും നമ്മുടെ ഷൈക്കോയ്ക്കുണ്ട്. എന്നിട്ടും പോലീസ് എന്ന് കേട്ടപ്പോൾ ശരീരവും എടുത്ത് ഹോട്ടലിന്റെ 2ാം നിലയിൽ നിന്നും മാനത്തിലൂടെ മണ്ണിലേക്ക് ഷൈക്കോ പറന്നിറങ്ങി ഓടി. പകലന്തിയോളം നവരസങ്ങൾ മാറി മാറി സ്കലിപ്പിച്ച് കഴിയുന്ന വെറും അഭിനയ തൊഴിലാളിയായ നമ്മുടെ ഷൈക്കോ പോലീസിനെ കണ്ട് എന്തിനോടണം? 3 കാര്യങ്ങളാണ് അതിന് പിന്നിലുള്ളത്. നാട്ടുനടപ്പിനെ മാനിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. അതായത് രാസലഹരിയുടെ താരദേവൻ എന്നൊരു പ്രതിച്ഛായ ഈ ഷൈക്കോയ്ക്ക് ചലച്ചിത്ര കേരളം കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഷൈക്കോയുടെ ശരീരഭാഷയും സംസാര ഭാഷയും അദ്ദേഹത്തിന്റെ ആ പ്രതിച്ഛായയെ സാധൂകരിക്കുന്നുമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലീസിനെ കണ്ടാൽ ഓടുക എന്നത് നാട്ടുനടപ്പാണ്. അല്ലെങ്കിൽ അത് ആചാര ലംഘനമാവും. കാരണം കള്ളവാറ്റടിക്കാരും വ്യഭിചാരികളും മുച്ചീട്ടുകളിക്കാരും കഞ്ചാവ് പാനികളും ഒക്കെ ആയിട്ടുള്ള സാംസ്കാരിക സവർണർ പോലീസിനെ കണ്ടാൽ ഓടണമെന്നത് ആചാരപാലനത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. അതുകൊണ്ട് ആചാരപാലന മര്യാദയുടെ പ്രകടനമാണ് ഷൈക്കോയുടെ ആ പറന്നിറങ്ങിയ ഓട്ടം. 2ാമത്തെ കാരണം ഷൈക്കോയുടെ ആദർശ ശുദ്ധിയാണ്. സാമൂഹ്യ മൂല്യവും സ്വാധീനശേഷിയും സാമ്പത്തിക ശക്തിയുമൊക്കെയുള്ള ഒരു കൊടും സുപ്രസിദ്ധനാണ് ശ്രീമാൻ ഷൈക്കോ. അതിലാർക്കും സംശയമുണ്ടാവില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഷൈക്കോ ഒരു മുന്തിയ ഇനം
കനത്താസനനാകുന്നു എന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായും കനത്ത ആസനങ്ങളുടെ ഉടമകൾക്ക് കുറ്റമൂല്യം കണക്കാക്കാതെ പരമാവധി പരിരക്ഷ ഉറപ്പുവരുത്തുന്ന ഒരു സമൂഹമാണ് ഹരിത കേരളീയർ. എന്നാൽ തന്റെ സാമൂഹ്യ മൂല്യമോ സ്വാധീന ശേഷിയോ അതല്ലെങ്കിൽ സാമ്പത്തിക ശക്തിയോ ഒന്നും പോലീസിന് നേരെ പ്രയോഗിക്കാൻ നമ്മുടെ ഷൈക്കോ തയ്യാറായിട്ടില്ല. ഒരു കേരളീയ അഭിനയ തൊഴിലാളിക്ക് തുല്യമായിട്ടുള്ള അനുസരണ പേറുന്ന കൂട്ടരാണ് നമ്മുടെ പോലീസും, അല്ലേ? മേളിൽ നിന്നുള്ള ഉത്തരവുകൾ അനുസരിക്കുക എന്നതാണ് ഒരു ശരാശരി പോലീസ് ഉദ്യോഗസ്ഥന്റെ കർത്തവ്യം. ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലാത്ത അത്താഴ പഷ്ണിക്കാരായിട്ടുള്ള കള്ളന്മാരെ പിടിച്ച് ഇടിച്ച് രസിക്കാൻ തീർച്ചയായിട്ടും അവർക്ക് മുന്നിൽ അവസരമുണ്ടെന്നത് നേരാണ്. ആവശ്യമുള്ള പക്ഷം അപ്പാവികളായിട്ടുള്ള ആളുകളെ ഉരുട്ടിക്കൊന്ന് നേരം പോക്കാനും അവർക്ക് സാധിക്കും. പക്ഷെ പട്ടാപ്പകൽ പോലും നാട് കൊള്ളയടിക്കുന്ന രാഷ്ട്രീയ കൊള്ളക്കാർക്ക് വേണ്ടി പാറാവ് നിൽക്കണം, വേണ്ടേ? ആ തസ്കരോത്തമന്മാർക്ക് വഴിനീളെ കാവല് തീർക്കണം, വേണ്ടേ? അവന്മാർ വിളിച്ചു പറയുന്ന എല്ലാ നെറിയേടുകളും ചെയ്തു കൊടുക്കണം, വേണ്ടേ? സകല അനീതികൾക്കും ആജ്ഞാനുവർത്തികളാകണം, അതും വേണ്ടതല്ലേ? നാട്ടുകൊള്ളക്കാർക്ക് പാറാവും പാതയോര സംരക്ഷണവും നൽകാൻ മാത്രം ഗതികെട്ട ഒരുതരം തൊഴിൽ സാഹചര്യം പേറുന്ന നമ്മുടെ പോലീസിനെ കണ്ട് ഓടാൻ മാത്രം സ്വാധീനശേഷി ഇല്ലാത്തവനാണോ നമ്മുടെ ഈ ഷൈക്കോ? അല്ല. കണ്ണിൽ കെട്ടിയ തുണി സ്വയം പൊക്കുന്ന നിലയിൽ നീതിദേവതയെ പോലും നിർബന്ധിതയാക്കാൻ കഴിയുന്നത്ര സ്വാധീന ശക്തിയുള്ളവനാണ് ഹരിദാസനൻ കൂടിയായിട്ടുള്ള നമ്മുടെ ഷൈക്കോ. അത് മറക്കരുത്. എന്നിട്ടും അതൊന്നും പ്രയോജനപ്പെടുത്താൻ അല്ലെങ്കിൽ പ്രയോഗിക്കാൻ നിൽക്കാതെ ഒരു നാട്ടുകള്ളന്റെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ പോലീസിനോടുള്ള നിലപാട് സ്വീകരിച്ചവനാണ് നമ്മുടെ ഷൈക്കോ. മുകളിലുള്ളവരെ കൊണ്ട് വിളിപ്പിച്ച് പോലീസിനെ തളയ്ക്കാനുള്ള സാമൂഹ്യ സാഹചര്യം ഉണ്ടായിട്ട് പോലും ഷൈക്കോ രണ്ടാം നിലയിൽ നിന്ന് രണ്ടും കൽപ്പിച്ച് പറന്നുചാടി പാഞ്ഞത് ആ മനുഷ്യന്റെ ആദർശ ധീരത ഒന്നുകൊണ്ട് മാത്രമാണ്. തസ്കരന്മാരെ മാത്രം മാനിക്കാൻ പഠിച്ചാൽ പോരാ മലയാളികളെ. ഷൈക്കോയെ പോലുള്ള മാന്യന്മാരെയും ആദർശധീരരെയും കൂടി അംഗീകരിക്കാൻ നമുക്ക് പറ്റണം. ഇനി മൂന്നാമത്തെ കാരണം, തെളിവ് കളയുന്ന വെളിവ്. സത്യത്തിൽ നമ്മുടെ കോടതികളുടെ നിസ്സഹായത വെളിപ്പെടുത്തുവാനുള്ള വളരെ വെളിവ് നിറഞ്ഞ ഒരു നീക്കമായിരുന്നു ഹോട്ടലിൽ നിന്നുള്ള ഷൈക്കോയുടെ ആ പറന്നോട്ടം. അതായത് പോലീസുകാർ തെളിവ് നിരത്താൻ പരാജയപ്പെടുന്ന പക്ഷം നമ്മുടെ ബഹുമാനപ്പെട്ട കോടതികൾക്ക് ഈ വഖഫിനിരപ്പെട്ട ഭൂവുടമയുടെ കൂട്ട് കരമടപ്പ് മുട്ടിയിരിക്കേണ്ട ഗതി വരുമെന്നാണ് നമ്മുടെ ഷൈക്കോ സമൂഹത്തോട് പറഞ്ഞു തരുന്നത്. തന്റെ കൺമുന്നിൽ കണ്ട കൊലപാതകത്തിന് ഒരു ന്യായാധിപൻ സാക്ഷിയായെങ്കിൽ കൂടി പോലീസുകാർ താൻ കണ്ടതിന് തെളിവ് ഹാജരാക്കിയില്ല എങ്കിൽ കൊലപാതകിക്ക് സർബത്ത് നൽകി മടക്കി വിടേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരുമല്ലോ എന്ന ശങ്ക നാട്ടുകാരിൽ ഉണ്ടാക്കാൻ ഷൈക്കോയുടെ ഈ പാച്ചിൽ കാരണമായി. അതായത് ഷൈക്കോയുടെ കൈവശം ശകലം രാസലഹരി ഉണ്ടായിരുന്നു എന്നങ്ങോട്ട് സങ്കല്പിക്കുക, കരുതുക. എന്നാൽ തൊണ്ടിയായി അത് പോലീസിൽ എത്താത്ത വേഗത്തിൽ ഷൈക്കോ മാനത്തുകൂടി പറന്നു കടന്നു. തെളിവ് ലഭിക്കാത്തതുകൊണ്ട് പോലീസിന് കേസെടുക്കാൻ ഒട്ടും തന്നെ പറ്റിയുമില്ല. തെളിവ് നശിപ്പിക്കാനുള്ള വെളിവ് മണ്ടയിൽ സൂക്ഷിക്കണം എന്ന ഗുണപാഠം രാസലഹരി ഉപയോഗിക്കുന്നവർക്ക് നൽകുക മാത്രമല്ല ഷൈക്കോ തന്റെ ആ പറന്നോട്ടത്തിലൂടെ ചെയ്തത്. ഇടയ്ക്കിടെ സെക്രട്ടേറിയറ്റിലും അതുപോലെ തന്നെ ഈ കോവിഡ് കാലത്തെ ചില ഗോഡൌണുകളിലുമൊക്കെ തീപിടുത്തമുണ്ടായതും ഒരുതരം തെളിവ് നശിപ്പിക്കൽ കർമ്മമായിരുന്നു എന്ന ബോധ്യവും കൂടി നമ്മുടെ ഷൈക്കോ സമൂഹത്തിന് നൽകുന്നുണ്ട് എന്നുള്ളതാണ് പോകേണ്ട പക്ഷം. തെളിവ് നശിപ്പിക്കാനുള്ള വെളിവും സമൂഹത്തെ കബളിപ്പിക്കാനുള്ള കഴിവും മണ്ടയിലുള്ള തസ്കരോത്തമ സംഘം ഈ നാട് തന്നെ കൊള്ളയടിച്ച് കൊണ്ടുപോകുമെന്നാണ് നമ്മുടെ ഷൈക്കോ ഈ സമൂഹത്തോട് പറയുന്നത്. സത്യത്തിൽ ഷൈക്കോ ഒരു ഇരയും സംസ്ഥാന പുരസ്കാരം നേടിയ നടി ഒരു കരുവും മാത്രമാവാം. തസ്കരോത്തമന്റെ പൊണ്ടാട്ടിപ്പറ്റ ആ കള്ളിക്കുട്ടിയുടെ മോഷണ വർത്തമാനങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ സമൂഹത്തിന്റെ കണ്ണുകളിലിട്ട പൊടിയാവാം ഈ ഷൈക്കോയും അതുപോലെ തന്നെ ആ നടിയുമൊക്കെ. ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഷൈക്കോയിലും അതുപോലെ തന്നെ ആ ഭാസിപുത്രനിലുമൊക്കെ അങ്ങോട്ട് ഒതുക്കുന്നത് ശരിയല്ല. അവർ വെറും ഇരകൾ മാത്രമാണ്. തകർക്കേണ്ടത് അവരുടെ ചലച്ചിത്ര ജീവിതത്തെയല്ല, പകരം ചലച്ചിത്ര ലോകത്ത് പിടിമുറുക്കിയിട്ടുള്ള ലഹരി മാഫിയയുടെ ആധിപത്യത്തെയാണ് തകർക്കേണ്ടത്. തെളിവ് കണ്ടെത്തേണ്ടത് ഷൈക്കോമാരുടെ മടിയിൽ നിന്നല്ല, മറിച്ച് ലഹരി മാഫിയയുടെ സംഭരണശാലകളിൽ നിന്നുമാവണം തെളിവ് നേടൽ നടത്തേണ്ടത്. ഇത്രയേ ഉള്ളൂ പോകന് പറയാൻ. എന്നു മാത്രവുമല്ല, നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇന്ന് കാണുന്ന പ്രതിച്ഛായ ഷൈക്കോയ്ക്ക് നൽകിയത്
ഒരു പരിധിവരെ നമ്മളൊക്കെ ചേർന്നാണ്. അതായത് ഈ മനുഷ്യൻ കുഴഞ്ഞ നാവും വഴുതുന്ന ശരീരവുമായി ഓൺലൈൻ ചാനലുകളിൽ ഇരുന്ന് നടത്തുന്ന സംസാരത്തിന് ലഭിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നൽകുന്ന കാഴ്ചകളും ലൈക്കുകളും കമന്റുകളും ഷെയറുകളും ഒക്കെ ഒന്ന് പരിശോധിക്കണം. അതൊക്കെ കാശാണല്ലോ, അല്ലേ? ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന നമ്മുടെ ഷൈക്കോയെ വിറ്റ് എത്രയോ ആളുകൾ കാശുണ്ടാക്കിയിട്ടുണ്ട്, എത്രയോ ഓൺലൈൻ ചാനലുകൾ കാശുണ്ടാക്കിയിട്ടുണ്ട്. ആ മനുഷ്യനെ നമ്മൾ കണ്ട് രസിച്ച് ചിരിച്ച് ആസ്വദിച്ചിട്ടില്ലേ? നമ്മൾ നൽകിയ ഓരോ ചിരിയും തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നൽകിയ പ്രോത്സാഹനമല്ലേ? നമ്മൾ അദ്ദേഹത്തെ ആഘോഷിച്ചപ്പോഴൊക്കെ രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ ആ മനുഷ്യനെ ലഹരിയുടെ ആ പ്രതിച്ഛായയിൽ കൊണ്ട് തളക്കിയല്ലേ ചെയ്തത്? ഇതൊക്കെ വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു സംഗതി മാത്രമാണ് എന്ന് പറയുന്ന വരുത്തി തീർപ്പ് തീർച്ചയായിട്ടും ഷൈൻ ടോം ചാക്കോയിലൂടെയും അതുപോലെ തന്നെ ആ ഭാസിപുത്രനിലൂടെയൊക്കെ ഈ സമൂഹത്തിലേക്ക് ലഹരി മാഫിയ നിർമ്മിച്ചു തന്നില്ല, അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ട് വെച്ചില്ലേ? ഇവരെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവരൊക്കെ ലഹരിയുടെ ബ്രാൻഡ് അംബാസഡർമാരായി മാറുന്ന മട്ടിലേക്ക് ഇതൊക്കെ വളരെ നിസാരമായിട്ടുള്ള സംഗതിയാണ് എന്ന് പറയുന്ന ഒരു സാമാന്യവൽക്കരണം കൃത്യമായി നടത്തിയിട്ടില്ലേ ലഹരി മാഫിയ ഈ മനുഷ്യനെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട്? അതുകൊണ്ട് ഇദ്ദേഹത്തെ ഒന്നുമല്ല ഇട്ട് ഓടിക്കേണ്ടത്, ഇദ്ദേഹത്തെ ഒന്നുമല്ല പിടിക്കേണ്ടത്. ഇദ്ദേഹത്തിന് ചികിത്സ നൽകുക, വേണ്ട നിലയിലുള്ള ചികിത്സ നൽകുക. ഇദ്ദേഹത്തിന് ഈ തരത്തിലുള്ള മരുന്നുകൾ ലഭ്യമാക്കുന്ന ആളുകളെ കണ്ടെത്തുക, ആ മാഫിയയെ തകർക്കുക. അതല്ലാതെ ഇവരെയൊക്കെ സ്വന്തം അഴിമതികളും കൊള്ളരുതായ്മകളും കുടുംബക്കാരുടെ കക്കലുമൊക്കെ മറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മോശമാണ്. പൊതുസമൂഹത്തിന് ബുദ്ധിയില്ല എന്ന് പറയുന്നത്, അങ്ങനെ പറയേണ്ടി വരുന്നതിൽ തീർച്ചയായിട്ടും സങ്കടമുണ്ട്. നമ്മളൊക്കെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നോക്കുമ്പോൾ എല്ലാവരും വ്യക്തിഗുണമുള്ളവരാണ്, ബുദ്ധിയുള്ളവരാണ്. പക്ഷേ സമൂഹത്തിൻ്റെ ഭാഗമായി മാറുന്ന നമ്മൾ തീർച്ചയായിട്ടും വിഡ്ഢികളായി മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എന്ത് കാണണം, ആരെ കാണണം, എന്ത് ആഘോഷിക്കണം, ആരെ ആഘോഷമാക്കണം, ഇതൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയാതെ പോകുന്നത്. ആരെ വളർത്തണമെന്നും ആരെ വാഴ്ത്തണമെന്നും ആരെയൊക്കെ വീഴ്ത്തണമെന്നും തിരിച്ചറിയാതെ എല്ലാ ദുഷ്ടകളെയും നമ്മൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്, എല്ലാ വൃത്തികേടുകളെയും നമ്മൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്, അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഒരു പരിമിതിയാണ്, സമൂഹത്തിൻ്റെ ബുദ്ധികേടാണ്. തീർച്ചയായിട്ടും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മുന്നിലേക്ക് വരുന്നത് മുഴുവൻ ഒന്നുകിൽ സമൂഹത്തെ സ്വന്തം നിലയിൽ ചൂഷണം ചെയ്ത് സമൂഹത്തെ കൊണ്ട് നമുക്ക് വളരാനുള്ള വളമാക്കി സമൂഹത്തെ മാറ്റുന്ന തരത്തിലുള്ള സ്വാർത്ഥബുദ്ധരോ, അതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമൂഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തെ നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന കിങ്കരന്മാരോ സാമൂഹ്യ വിരുദ്ധരോ തന്നെയാണ് തീർച്ചയായിട്ടും നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളുടെ നിയന്ത്രണം നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അപകടകരമായിട്ടുള്ളൊരവസ്ഥയാണ്. നമ്മൾ എന്ത് കാണണമെന്നും നമ്മൾ ആരെയൊക്കെ അംഗീകരിക്കണമെന്നും നമ്മൾ ആരെയൊക്കെ വാഴ്ത്തണമെന്നും നമ്മൾ ആരെയൊക്കെ ആഘോഷിക്കണമെന്നും എന്തായിരിക്കണം നമ്മളുടെ അഭിപ്രായമെന്നും വരെ മറ്റുള്ളവർ തീരുമാനിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഷൈക്കോയെ ഒരു കണക്കിനും പോകാൻ കുറ്റം പറയില്ല. ആ മനുഷ്യൻ ഒരു ഇര മാത്രമാണ്, മറ്റേ നടി ഒരു പക്ഷേ ഒരു കരു മാത്രവുമാവാം.